ബിഗ് ബോസ് സീസൺ 7 അനുമോൾക്ക് ഒരു ലവ് ട്രാക്ക് പിടിച്ചാൽ കൊള്ളാം എന്നുള്ള കാര്യം സത്യമാണ്. കാരണം എന്ന് വെച്ചാൽ ലവ് ട്രാക്കിനെ കുറിച്ച് അനുമോള് ആദ്യമെടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോൾ ഉറപ്പാണേ അനുമോൾക്ക് ആ ഒരു ലവ് ട്രാക്ക് പിടിക്കണമെന്ന് താല്പര്യമുണ്ടേ. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് കേൾക്കാം. അപ്പോൾ ആദ്യം ഒരു ദിവസം ഈ ആര്യന്റെ കാര്യവുമായിട്ട് സംസാരിച്ചപ്പോൾ അനുമോള് പറയുന്നുണ്ട്, എനിക്ക് ലവ് ട്രാക്ക് പിടിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ വന്നതിൽ ഒന്നും അങ്ങോട്ട് കൊള്ളത്തില്ല. ആര്യനെങ്കിൽ ഏത് കൊച്ചുകുട്ടി, എനിക്ക് പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ അഥവാ പിടിക്കുകയാണെങ്കിൽ തന്നെ മാൻലി ആയിട്ടുള്ള ഒരാളായിരിക്കും, ആര്യനെ പോലൊരു പാൽക്കുപ്പി ആയിരിക്കത്തില്ല. ഇനി അഥവാ ലവ് ട്രാക്ക് ഉണ്ടെങ്കിൽ പോലും അത് പേളി മാണി ശ്രീനിഷ് പോലെ ആയിരിക്കും, നല്ല തിക്കായിട്ടായിരിക്കും ആ റിലേഷൻ എന്നൊക്കെ അനുമോള് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഉള്ളതിൽ ആരെയും അങ്ങനെ പിടിക്കാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ അനുമോൾ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടൊക്കെ ഒന്ന് അഭിനയിച്ച് പെരുമാറിയിട്ടുള്ളത് അനീഷിന്റെ അടുത്താണ്. അതുകൊണ്ട് തന്നെ അനുമോൾ അനീഷ് കോംബോ പുറത്ത് കുറേ പേരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവർ രണ്ടുപേരും ജയിലിൽ വന്ന സമയത്തും അനീഷ് അനുമോളോട് കാണിക്കുന്ന കുറെ അധികം കെയറിങ്ങും പിന്നെ അതുപോലെ ആ പ്ലാച്ചീനെ കെട്ടിത്തൂക്കിയപ്പോൾ അനീഷ് എടുത്തു കൊടുത്ത വീഡിയോയും ഇതെല്ലാം അനുമോളോട് അനീഷിനൊരു ഇൻട്രസ്റ്റ് ഉള്ളതായിട്ടൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷെ അനീഷ് അങ്ങനെയല്ല കേട്ടോ. അങ്ങനെ ഈ ഒരു ട്രാക്ക് അവിടെ നിൽക്കെ തന്നെ ഇപ്പോൾ വൈൽഡ് കാർഡ് കയറി വന്നതിൽ ജിഷൻ എന്തായാലും ഒരു ബ്രദർ സിസ്റ്റർ ലെവലിലേക്ക്, കാരണം എന്ന് വെച്ചാൽ അവർ തമ്മിൽ അത്രയും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. സാബുമാൻ ആണെങ്കിൽ എവിടെയും ഇല്ലാത്ത രീതിയിൽ ഏതോ ഒരു മൂലയ്ക്കിരുന്ന് ആരോടൊക്കെയോ സംസാരിക്കുന്നുണ്ട്, ആരും ഒട്ട് കേൾക്കുന്നുമില്ല. പക്ഷെ പ്രവീൺ, നിങ്ങൾ അത് ശ്രദ്ധിച്ചില്ലേ? പ്രവീൺ വന്ന അന്നേരം തൊട്ടേ അനുമോളുടെ കൂടെയാണ്. ഇപ്പോഴത്തെ കിച്ചൺ ടീമിൽ നെവിൻ അറിഞ്ഞുകൊണ്ട് തന്നെ രണ്ടെണ്ണത്തിനെ ഒന്നിച്ചിട്ടുണ്ട്. പ്രവീൺ വന്നപ്പോൾ അനീഷിനെ ആയിരുന്നു കൂടുതൽ പ്രൊവോക്ക് ചെയ്യാൻ നിന്നത്. കാരണം അനീഷിനെ പ്രവീണിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിന് കാരണം അനുമോളോട് ഒരു ലവ് ട്രാക്ക് അനീഷ് പിടിക്കുമോ എന്നുള്ളൊരു പേടിയിലാണെങ്കിലോ അതെനിക്ക് അറിയത്തില്ല. അത് ഞാനൊരു ഗസ് പറഞ്ഞതാണ്. ഇനി ഇപ്പോഴത്തെ ഈ കിച്ചൺ ടീമിലേക്ക് നെവിൻ എല്ലാവരെയും അറിഞ്ഞാണ് നെവിൻ ഇട്ടത്. അത് നെവിൻ തന്നെ റിയലി പറയുന്നുണ്ട്. അപ്പാനിയെടുത്തും അക്ബറിന്റെ അടുത്തും ഒക്കെ പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ട്, ഞാൻ കണക്ക് കൂട്ടി തന്നെയാണ് ഈ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കിയത് എന്ന് നെവിൻ പറയുന്നുണ്ട്. അതാണ് നെവിന്റെ പക്വത. ഡബിൾ സ്റ്റാൻഡ് അല്ല, അതൊരു ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ്. ആ നെവിന് രണ്ട് ക്യാരക്ടർ ഉണ്ട്. അത് രണ്ടും ഫേക്ക് ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നെവിൻ ഒരു ഫണ്ണി ആറ്റിറ്റ്യൂഡും ഉണ്ട്, നെവിൻ ഒരു സീരിയസ് ആറ്റിറ്റ്യൂഡും ഉണ്ട്. രണ്ടും ജെനുവിൻ ആണ് കേട്ടോ. നെവിൻ അങ്ങനെ ഒരു ക്യാരക്ടറാണ്. ഇനി അനുമോളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അനുമോൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. അനുമോൾ പ്രവീണുമായിട്ട് കിട്ടിയ ഒരു സപ്പോർട്ടാണ്. അനുമോൾ ഇപ്പോൾ ഫുൾ ടൈം പ്രവീണിന്റെ കൂടെയാണ്. ഇപ്പൊ കിച്ചണിനകത്താണെങ്കിലും തനിക്ക് സംസാരിക്കാൻ, തനിക്ക് തന്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ, തന്നെ കേൾക്കാൻ, ശ്രദ്ധിക്കാൻ ഒരാൾ വന്ന ഒരു സന്തോഷം അനുമോൾക്കുണ്ട്. അതാണ് പ്രവീൺ. അപ്പോൾ പ്രവീൺ ആണെങ്കിൽ ഇവരുടെ ഒരു ചെറിയ കോൺവെർസേഷൻ പറയാം, പക്ഷെ അതെനിക്ക് ഭയങ്കര ഫണി ആയിട്ടും അതുപോലെ തന്നെ അനുമോൾക്കിട്ടൊരു നല്ല കൊട്ട് കൊടുക്കാൻ പറ്റിയ ഒരു കോണ്ടന്റ് ആയിട്ടും എനിക്ക് ഫീൽ ചെയ്തു. സമം ഇവിടെ എല്ലാവർക്കും എന്നോട് ഭയങ്കര ദേഷ്യമാണ്. ഇവിടെ എല്ലാവർക്കും ഞാൻ ചെയ്യുന്നത് ഒരു തെറ്റാണ്, ഞാനാണ് ഇവിടുത്തെ പ്രശ്നക്കാരി, എന്നെ ആർക്കും ഇവിടെ ഇഷ്ടമല്ല എന്ന് അനുമോള് പ്രവീണിനോട് പറയുന്നുണ്ട്. അപ്പൊ പ്രവീൺ ചോദിക്കുന്നുണ്ട്, അതെന്താ കാര്യം എന്താ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അനുമോള് പറയുന്നുണ്ട്, അതെന്താന്ന് എനിക്ക് അറിയത്തില്ല, ഞാനാണെങ്കിൽ തെറ്റ് കണ്ട അപ്പോഴേ തെറ്റെന്ന് പറയും, ഞാൻ എല്ലാം പ്രതികരിക്കും, അതുകൊണ്ടായിരിക്കും എന്നെ ഇഷ്ടമല്ലാത്ത എന്ന് അനുമോള് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പ്രവീൺ പറയുന്നുണ്ട്, ഇവിടെ എന്താണ് ആ പ്രശ്നം, എന്ത് തെറ്റാണെന്ന് കണ്ട് ചോദിക്കുന്നുണ്ടേ. അപ്പോഴത്തേക്ക് അനുമോൾ വീണ്ടും പറയാണ്, ഇവിടെ ഒന്നുമില്ലല്ലോ, നമ്മൾ പ്രേക്ഷകർ കാണുന്നില്ലേ, അപ്പോൾ ഒരു നല്ല മെസ്സേജ് പ്രേക്ഷകർക്ക് നമ്മൾ കൊടുക്കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പ്രവീൺ ചോദിച്ച നൈസ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അനുമോൾ ഇവിടെ എന്ത് മെസ്സേജാണ് പ്രേക്ഷകർക്ക് കൊടുക്കുന്നത്? ഉടനെ അനുമോള് ചിരിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ പുള്ളിക്കാരിക്ക് തന്നെ അറിയത്തില്ല എന്ത് മെസ്സേജാണ് കൊടുക്കുന്നതെന്ന്. ഞാനിവിടെ തെറ്റായിട്ട് ഒരു കാര്യവും ചെയ്യുന്നില്ല, അത് ആ ഒരു കറക്റ്റ് സെന്റൻസ് പറയുകയാണെങ്കിൽ ഞാൻ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല, അത് തന്നെ നല്ല മെസ്സേജ് അല്ലേ എന്ന് അനുമോളെ ഒന്ന് ഓർത്തു നോക്കിക്കേ, എന്തൊക്കെയാണ് വിളിക്കുന്നേ? ഒന്ന് വീട്ടുകാരെ വിളിക്കാറുണ്ട്, ചീത്ത വിളിക്കാറുണ്ട്, അങ്ങേയറ്റം മോശം രീതിയിലാണ് അനുമോള് പ്രാകുന്നത്. പഴയ സീസണിലെ ലക്ഷ്മിപ്രിയയെ വെച്ച് നോക്കുവാണെങ്കിലും ജാൻമണിയെ വെച്ച് നോക്കുവാണെങ്കിൽ അനുമോളുടെ ആ ഒരു ഏജിനും അനുമോളുടെ ആ ഒരു രീതിക്കും ഒട്ടും ചേരുന്നതല്ല. അനുമോള് ഭയങ്കര പ്രാക്കാണ്. ഏത് നേരവും ഇങ്ങനെ, ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാണ്, ദൈവത്തിന് ശക്തിയുണ്ട്, എന്നെ ഉപദ്രവിച്ചാൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും, പിന്നെ അതിൻ്റെ കൂടെ നീ ഇനി അങ്ങോട്ട് കണ്ടോ, നിനക്ക് ഇവിടുന്ന് ഇറങ്ങിയ ഫുഡ് കിട്ടത്തില്ല, എന്തൊക്കെ ഡയലോഗുകളാണ് അനുമോൾ അടിക്കുന്നത്. ഇതാണല്ലേ അനുമോള് പുറത്ത് എല്ലാ പ്രേക്ഷകർക്കും കൊടുക്കുന്ന നല്ല മെസ്സേജ്. അനുമോൾ ആകെ കൂടി രക്ഷപ്പെടുന്നത് ഒരു കാര്യം കൊണ്ടാണ്. അനുമോളെക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ അവരുണ്ടാക്കുമ്പോൾ, അതായത് അനുമോൾക്ക് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന വ്യക്തികൾ ഉണ്ടാക്കുന്നത് കൊണ്ട് മാത്രമാണ് അനുമോൾ ശരിക്കും പറഞ്ഞാൽ സേഫായി പോകുന്നത്. പിന്നെ അനുമോളുടെ ഒരു കരച്ചിൽ എന്ന് പറയുന്നത് അനുമോളുടെ റിയൽ ക്യാരക്ടറും ആ പറയുന്ന അനുമോളുടെ ആ ഒരു ഒറിജിനൽ ക്യാരക്ടർ അവിടെ റിയൽ ആയിട്ട് കാണിക്കുന്ന ഒരു തൻ്റെ ഇടമുണ്ട്. അത് അനുമോളുടെ പ്ലസ് പോയിന്റ് ആണ്. ബാക്കി എല്ലാവരും ഗെയിമിന് വേണ്ടിയിട്ട് അഭിനയിക്കുന്നുണ്ട്, അവരുടെ കുറേയധികം കാര്യങ്ങൾ അവ അങ്ങോട്ടും ഇങ്ങോട്ടും മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അനുമോൾക്കൊരു സത്യസന്ധതയുണ്ട്. അതായത് റിയലി അനുമോൾ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള ഒരു സത്യസന്ധമായ ഒരു സ്വഭാവം, അതിനെയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. എനിക്കും തോന്നിയിട്ടുണ്ട്, ഈ അനുമോളുടെ മാത്രം നെഗറ്റീവ്സ് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ആൾക്കാരുമായിട്ട് നോക്കുമ്പം
തുല്യമായി പോകാറുണ്ട്. പക്ഷെ സത്യസന്ധമായിട്ടാണ് അത് ബിഹേവ് ചെയ്യുന്നത്. ബാക്കി എല്ലാവരും ആ ഒരു എസ്പെഷ്യലി റെന ഭയങ്കര കള്ളത്തരമാണ്. ജിസേല് ഈ മുഖമേ അല്ല, ജിസേലിന് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടൊരു നെഗറ്റീവ് ഫേസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിനകത്ത് വന്ന് എല്ലാവരും തന്നെ പാമ്പർ ചെയ്യണം, തനിക്ക് പ്രത്യേകിച്ചൊന്നും അറിയത്തില്ല, ഒരു മെച്യൂരിറ്റി ഇല്ലാത്തവണക്ക് പെരുമാറുന്നു, ബട്ട് ഞാൻ ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്. ഇതാണ് ജിസേല്. ഇതൊക്കെയാണ്, അതുകൊണ്ടാണ് അനുമോൾ അവിടെ വിൻ ചെയ്യുന്നത്. പിന്നെ അതിനുശേഷവും പ്രവീണും അനുമോളും തമ്മിൽ ആ കിച്ചണിൽ കുറച്ച് ഡ്യൂറേഷനിൽ കുറേ കാര്യങ്ങളുണ്ട്. ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളിൽ ഇവർ രണ്ടുപേരും നല്ലൊരു കോംബോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ലൈവിൽ ക്യാമറയിൽ അത് എടുത്ത് കാണിക്കുന്നുണ്ട്. അധികം വൈകാതെ മിക്കവാറും പ്രവീണും അനുമോളും തമ്മിലുള്ള ഈ ഒരു ലോങ് കോൺവെർസേഷൻസ് ബിഗ് ബോസ് വീടിനകത്തും പുറത്തും ഒരു ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്. സോ ആ കോംബോ ഞാൻ സീരിയൽ ഗ്രാൻഡ്മയിലൂടെ ഇവിടെ ആദ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. അതുപോലെ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.